പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന യാത്രകളാണ് പലപ്പോഴും നടന്നിട്ടുള്ളത്. അങ്ങനെ മഴ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളതായിരുന്നു മഴ നനയാൻ പോകണം, പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ലിബു പറഞ്ഞു എൻ്റെ വക തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കുറ്റിച്ചിറയുള്ള ഇടയിലെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലേക്കാണ്. ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല, പക്ഷേ അവിടെ എപ്പോഴും തിരക്കാണ്. പഴംപൊരിയും ബീഫ് വരട്ടിയതുമാണ് അവിടുത്തെ മെയിൻ കോമ്പിനേഷൻ. പിന്നെ ഉപ്പുമാവ്, പുട്ട് എല്ലാം ഉണ്ട്. കുട്ടികളെല്ലാവരും മദ്രസയിലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഫ്രീ ആയിരുന്നു. ഞങ്ങൾ നല്ല പഴംപൊരിയും ഉപ്പുമാവും ബീഫ് റോസ്റ്റും പൊറാട്ടയും പറഞ്ഞിട്ടുണ്ട്. നല്ല മുരിഞ്ഞ പഴംപൊരിയാണ് കേട്ടോ. പിന്നെ ബീഫ് സ്റ്റൂവും കൂടെ ഉണ്ടായിരുന്നു ഉപ്പുമാവിന് കഴിക്കാൻ വേണ്ടി. എല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതേപോലെ പഴംപൊരിയിലേക്ക് ചൂടുള്ള ബീഫ് റോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കണം. കൊതി തോന്നുന്നുണ്ടോ? എന്നാൽ വേഗം പോയിക്കോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബീച്ചിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നേരം മഴ നനഞ്ഞ് കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ മഴക്കാറ് മാത്രമേ ഉണ്ട്. എന്തായാലും വേണ്ടില്ല, നല്ല സമയമുണ്ടല്ലോ, ഞങ്ങളത് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചു. അവസാനം നല്ല മഴ പെയ്തിട്ടോ, ഭയങ്കര കാറ്റായിരുന്നു. ഞങ്ങളെല്ലാവരും പിന്നെ ബീച്ചിലേക്ക് പിന്നെ ഇറങ്ങിയില്ല. അത് അവിടെ അങ്ങനെ നിൽക്കുന്ന സേഫ് അല്ലാന്ന് തോന്നിയിട്ട് അങ്ങോട്ട് കയറി. നമ്മളെ കോഴിക്കോട് സൗത്ത് ബീച്ചാണ് ഇത്. കുറച്ച് നേരം അവിടെ കറങ്ങിക്കഴിഞ്ഞ് മദ്രസയിലേക്ക് പോയി കുട്ടികളെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇനി ഇവർ പരാതിയാണ് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ.